my dear student. Today I would like to presenting new subject income tax and GST. Income tax and GST 6th സെമിസ്റ്ററിൽ BComന് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ സിലബസ്, ഇതിൻ്റെ ഓബ്ജക്റ്റീവ് എന്താണെന്നും ഇതിൻ്റെ സിലബസ് എന്താണെന്നും ഇതിനെന്തൊക്കെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ്, ദ ഓബ്ജക്റ്റ്. വാട്ട് ഈസ് ദ ഓബ്ജക്റ്റീവ് ഓഫ് income tax and GST? To impart basic knowledge and equip the students with application of principles and provisions Income Tax Act 1961 and GST Act 2016. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ആക്റ്റുകളാണ്. 1961 ഇൻകം ടാക്സ് ആക്റ്റും GST ആക്ട് 2016 ആണ് ആക്ട്. ഈ രണ്ട് ടോപ്പിക്കുമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മൊഡ്യൂളിലേക്ക് എന്തൊക്കെയാണ് മൊഡ്യൂൾ എന്ന് നോക്കാം. 5 മൊഡ്യൂളായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ഉള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് കണ്ടൻറ്റ് ഡീംഡ് ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം. ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞാൽ sometimes the income of other persons shall be included in a total income of the assessee. അസസ്സിയുടെ ഇൻകത്തിൽ മറ്റാളുടെ ഇൻകം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിനെ നമുക്ക് ഡീംഡ് ഇൻകം എന്ന് പറയാം. Such practice of including in the income of other persons to the income of the assessee is called clubbing of income, and the income which is included is called deemed income. Next, clubbing of income. Clubbing of income എന്ന് പറഞ്ഞാൽ സെക്ഷൻ 60 മുതൽ 65 മുതലാണ് ഓരോ ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് എ ലോസ്. നിങ്ങൾക്കറിയാം 5 heads ഓഫ് ഇൻകം ആണുള്ളത്. ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് പ്രൊഫഷൻ or business, long term capital gain and short term capital gain, last income from other sources. അപ്പോൾ ഒരു ഹെഡ്സിൽ നിന്നുള്ള ഇൻകത്തിൻ്റെ ലോസ് മറ്റുള്ള ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാനും അത് ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റും, സബ്ജക്റ്റ് ടു ദ ഇൻകം ടാക്സ് റൂൾസ്. ലാസ്റ്റ്, ഡിഡക്ഷൻ ടു ബി മെയ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് കിട്ടുക എന്നുള്ളതാണ്. ATC2, ATU പറഞ്ഞ ഒരുപാട് ഡിഡക്ഷൻ ഉണ്ട്. അടുത്ത കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ദി ഇൻഡിവിജ്വൽ. കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5 ഹെഡ്സിലെ ഇൻകവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആവും. അതിനോട് ഡിഡക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ടാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ. ടാക്സ് ലയബിലിറ്റി സ്ലാബിനനുസരിച്ച് ടാക്സ് ലയബിലിറ്റി കണക്കാക്കുക. പിന്നെ റിബേറ്റ് ആൻഡ് റിലീഫ് ഓഫ് എ ടാക്സ്. ഇത്രയാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഗോ ടു മൊഡ്യൂൾ 2, ഇൻകം ടാക്സ് അതോറിറ്റീസ്. ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് ഓർ ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. അങ്ങനെ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്. അവരുടെ പവർ ആൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ്, പ്രൊവിഷൻ ഓഫ് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ടാക്സ് പേയ്മെൻറ്റ്, ഡിഡക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. നെക്സ്റ്റ്, റിക്കവറി ഓഫ് ടാക്സ്, പ്രൊസീജിയർ ഓഫ് അസസ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ്, ഫില്ലിംഗ് ഓഫ് റിട്ടേൺ ഓഫ് ഇൻകം, വോളണ്ടറി റിട്ടേൺ ഓഫ് ഇൻകം, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇൻ ഫില്ലിംഗ് ഓഫ് റിട്ടേൺസ്, റിട്ടേൺ ഓഫ് ലോസ്. ഇവിടെ മെയിനായിട്ടുള്ളത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT പവർ എന്താണ്, ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടിൽ, മൊഡ്യൂൾ 2 ഫസ്റ്റ് ആയിട്ട് പാർട്ടിൽ വരുന്നത്. പിന്നെ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, TDS വരുന്നുണ്ട്. അതെല്ലാം സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളതാണ്. അതിന് പുറമേ ആയിട്ട് മൊഡ്യൂൾ 2 പഠിക്കാനുള്ള ഡിലേറ്റഡ് റിട്ടേൺസ്, റിവൈസ്ഡ് റിട്ടേൺസ്, ഡിഫെൻസീവ് റിട്ടേൺസ്, PAN,
different type of assessment: self-assessment, assessment on the basis of return, best judgment assessment, regular assessment, റീഅസസ്മെൻറ്റ്, പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഇവിടെ അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് എ ടാക്സ് ലയബിലിറ്റി ബൈ ആൾ ദ അസസീസ്. അസസിയുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക എന്നതാണ് അസസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്, അസസ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് റിട്ടേൺ ഉണ്ട്, ബെസ്റ്റ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, റെഗുലർ അസസ്മെൻ്റ് ഉണ്ട്, അസസ്മെൻറ്റ് പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റും ഉണ്ട്. പിന്നെ ഇവിടെ പാൻ എന്നതിൻ്റെ ഫുൾ ഫോം പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. ഇതിൽ 10 ആൽഫബറ്റിക് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് ലാമിനേറ്റഡ് കാർഡ്. നമുക്കറിയാം പലർക്കും പാൻ കാർഡ് നമ്പർ ഉണ്ടാവും. ഇപ്പോൾ SBIയിലൊക്കെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പാൻ കാർഡ് നമ്പർ വേണം. ഇത് പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണ്. അതിന് പുറമേ ആയിട്ട് പാൻ കാർഡ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇൻകം എക്സീഡ് എക്സംഷൻ ലിമിറ്റ് അതിന് കൂടുതലുള്ളവർ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണം. അതുപോലെ തന്നെയാണ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിൽക്കാനും വാങ്ങാനും പാൻ കാർഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ ടൈം ഡെപ്പോസിറ്റ് എക്സീഡിങ് ₹50,000 50,000 രൂപയിൽ കൂടുതൽ ടൈം ഡെപ്പോസിറ്റ് ഇനി ബാങ്കിലുണ്ടെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ ഡെപ്പോസിറ്റ് ഇൻ ക്യാഷ് അഗ്രിഗേറ്റിംഗ് ₹50,000 ഓർ മോർ. അതുപോലെ ഓപ്പണിംഗ് ഡിമാറ്റ് അക്കൗണ്ട്, അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട്. കമ്പൽസറി ആണ് പാൻ കാർഡിന് ഉള്ളത്. അത് നമ്മൾ ലെറ്റർ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക്ക്. ഇനി അടുത്തതാണ് മൊഡ്യൂൾ 3 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST ആക്ട് 2016 അത് 2017 ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. മൊഡ്യൂൾ 3 ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ബ്രീഫ് ഹിസ്റ്ററി ബിഹൈൻഡ് ദ എമർജൻസ് ഓഫ് GST, ദ സ്കോപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഡെഫിനിഷൻ ആൻഡ് മീനിങ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, Integrated Goods and Service Tax Act, State Goods and Service Tax Act, Levy and Collection of State Goods and Service Tax, Taxable Persons, Power to Grant Exemption from Tax, and Time and Value of Supply of Goods, Time of Supply of Services. GST 2016 ആക്ടിലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, GST എന്താണ്, GSTൻ്റെ മീനിങ്, ഇവിടെ എന്തൊക്കെ സ്ട്രക്ചർ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ഈ മൊഡ്യൂളിനകത്ത് കൂടുതലായിട്ട് നമ്മൾ പഠിക്കേണ്ടി വരിക. മൊഡ്യൂൾ 3 ഗോ ടു നെക്സ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് 4th മൊഡ്യൂൾ, രജിസ്ട്രേഷൻ, amendment of registration, cancellation of registration, revocation of cancellation of registration, tax invoice, credit and debit note, returns, first return, annual return, final return, tax return prepares, levy of late fee, notice to return defaulters. രജിസ്ട്രേഷൻ അണ്ടർ GST ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്ലയർ അവർ ഗുഡ്സ് ആൻഡ് സർവീസസ് വിൽക്കുന്നത് 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം അണ്ടർ GST ആക്ട് സെക്ഷൻ 22 പ്രകാരം. അപ്പോൾ അത് ക്യാൻസലൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്, റിവോക്കേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാ ടോപ്പിക്ക് വരുമ്പോൾ ഓരോന്ന് ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കാം. മൊഡ്യൂൾ 5 പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ് പെനാൽറ്റി ആൻഡ് അതേഴ്സ് amount, interest on delay payment of tax, tax deduction at its source, transfer of input tax credit, refund of tax, accounts and records, demands and recovery, one inspection, search and arrest, offence and penalties, audit by tax authorities, special audit,
power of CAG to call for information. ഇത്രയാണ് മൊഡ്യൂളുള്ളത്, 5 മൊഡ്യൂളുള്ളത്. ഇതിൽ മൂന്നാമത്തെ മൊഡ്യൂൾ തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ആദ്യം തന്നെ നമുക്ക് GSTനെ കുറിച്ച്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ച് നോക്കാം. Goods and service tax is the biggest and significant indirect tax reforms in India. The histories of GST. GST came to force from July 1, 2007, replacing number of other taxes that was appealed till June 30th, 2017. The GST followed the dual GST system, that is GST for state and central named SGST and CGST respectively. In the year 2000, Sri Atal Bihari Vajpayee introduced the concept of GST and set up a committee to design a GST model for the country. In 2003, the central government formed a task force on fiscal responsibility and budget management under Vijay Kelkar. In 2004, task force recommended GST to replace the existing tax regime by introducing a comprehensive tax on all goods and services, replacing central level VAT and state level VAT, value added tax. The Prime Minister in 2000 Atal Bihari Vajpayee ആണ് GST എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു കമ്മിറ്റീനെ ഫോം ചെയ്തിട്ടും ഡിസൈൻ ചെയ്യാൻ ഒരു കമ്മിറ്റീനെ ഫോം ചെയ്യുകയും ഉണ്ടായി. സെറ്റപ്പ് എ കമ്മിറ്റി ടു ഡിസൈൻ GST model for the country. And in 2003, the central government formed a task force on fiscal responsibilities and budget management, which in 2004 recommended GST to replace the existing tax regime by introducing a comprehensive tax on all goods and service, replacing central level value added tax and state level value added tax. In 2006, first announcement of GST was made by the Union Minister during the budget 2006 and 2007 budget. 2006 ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് GSTനെ കുറിച്ച് ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് യൂണിയൻ മിനിസ്ട്രി 2006-2007 ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. The movement towards GST was articulated by the Union Finance Ministers in his budget during 2006-2007, and initially it was proposed that GST would be introduced from 1st April 2010. ഫസ്റ്റ് ഏപ്രിൽ 2010 ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചത്. In 2009, the board committee released the first discussion on paper. പേപ്പറിനെ കുറിച്ച് GSTനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിനെ എംപവേർഡ് കമ്മിറ്റി റിലൈസ്ഡ് ദ ഫസ്റ്റ് ഡിസ്കഷൻ പേപ്പർ റിലൈസ് ചെയ്തു. ഇൻ 2011 115th അമെൻമെൻറ്റ് ബിൽ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് സബ്സിക്വൻ്റ്ലി ലാപ്സ്ഡ്. 2011 115th അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സബ്സിക്വൻ്റായി ലാപ്സായി പോവുകയും ചെയ്തു. ഇൻ 2014 122th അമെൻമെൻറ്റ് ബില്ല് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭ. 2014 122th അമെൻമെൻറ്റ് ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഓഗസ്റ്റ് 2016 101st Amendment to Act was enacted September 2016. The March 2007 CGST, Central Goods and Service Tax and Sales Goods and Service Tax, that is SGST,
Integrated Goods and Service Tax IGST and Compensation Tax Act was recommended by GST Council. In April 2017, CGST, SGST, IGST and Compensation Tax Act were passed. 1st July 2017, GST laws, Goods and Service Tax was launched all over India as per 101 അമെൻമെൻറ്റ് 101ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 1 ജൂലൈ 2017 GST ലോഞ്ച് ചെയ്തു all over the world, all over India. ഇത്രയാണ് ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ ഹിസ്റ്ററി. നമുക്ക് GST വരുന്നതിന് മുമ്പായിട്ട് 2017 ജൂലൈ 1 GST ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിന് മുമ്പായിട്ട് ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ നിലയിൽ വന്നിരുന്നു. ആ ടാക്സ് സിസ്റ്റമാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ടാക്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഡയറക്റ്റ് ടാക്സ് നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് അടയ്ക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻകം ടാക്സ്, അത് വരുമാനം, ഇൻകത്തിന് മുകളിലുള്ള ഇൻകം ടാക്സ് നമ്മൾ ഡയറക്റ്റായിട്ട് അതോറിറ്റിക്ക് പേ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. വേറൊരു ടാക്സാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് യു ആർ നോട്ട് ഡയറക്ട്ലി paid to the government, that is indirectly. That is indirect tax we can divide it into two: central indirect taxും സ്റ്റേറ്റ് ഇൻഡയറക്റ്റ് ടാക്സും. സെൻട്രൽ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് 2017 മുന്നായിട്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ഇൻഡയറക്റ്റ് ടാക്സ് 2017 മുമ്പ് കൊടുത്തിട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സർവീസ് ടാക്സ്, അതായത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് എക്സൈസ്, ദാറ്റ് ഈസ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്, അഡീഷണൽ ഡ്യൂട്ടി ഓഫ് എക്സൈസ്, ടെക്സ്റ്റൈൽസ് ആൻഡ് ടെക്സ്റ്റൈൽസ് പ്രൊഡക്റ്റിന് മുകളിലുള്ള അഡീഷണൽ ഡ്യൂട്ടിയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ്, കോമൺലി നോൺ ആസ് CVD, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് കസ്റ്റമേഴ്സ്, സർവീസ് ടാക്സ് ഓൾറെഡി ടോൾഡ് യു. നെക്സ്റ്റ് സെസ് ആൻഡ് സർചാർജ് ഇൻ സോ ഫാർ ആസ് ദ റിലേറ്റഡ് ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത്രയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് 2017 മുമ്പായിട്ടുള്ളത്. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് ആണ് സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, ലക്ഷറി ടാക്സ്, പർച്ചേസ് ടാക്സ്, എൻട്രി ടാക്സ്. അതുപോലെ തന്നെയാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ടാക്സ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, ടാക്സ് ഓൺ ലോട്ടറി, ബെറ്റിംഗ്, state cess and surcharge if so far they are related to supply of goods and services. That's സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ് 2017 മുമ്പോട്ടുള്ളതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാക്സ് സ്ട്രക്ചറാണ്, ടാക്സ് സിസ്റ്റം ബിഫോർ GST ആണ്. GST വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ടാക്സിനെ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡയറക്റ്റ് ടാക്സ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഈ ഇൻഡയറക്റ്റ് ടാക്സ് അതെല്ലാം ഒഴിവാക്കിയിട്ട് കോമൺ ആയിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടാക്സാണ് GST എന്ന് പറയുന്നത്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ടാക്സ് സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST എന്ന് പറഞ്ഞാൽ വൺ നാഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്ന് GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 ജൂലൈ 1
ഇംപ്ലിമെൻറ്റ് ചെയ്ത ടാക്സ് സിസ്റ്റമാണ്. ആൾ ഇൻഡയറക്റ്റ് ടാക്സ് ആർ റീപ്ലേസ്ഡ് ആൻഡ് ന്യൂ ടാക്സ് റിഫോംസ് introduced in 2017. That's a GST.